പ്രധാനമന്ത്രിക്കെതിരായ അധിക്ഷേപത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ ഏറ്റുമാനൂരിലും പരാതി. അടിയന്തര നിയമ നടപടി ആവശ്യപ്പെട്ട് ഹിന്ദു രാഷ്ട്രസഭയാണ് പരാതി നൽകിയത്. സംസ്ഥാന വ്യാപകമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുമെന്ന് ഹിന്ദു രാഷ്ട്രസഭ നേതാക്കൾ അറിയിച്ചു. പ്രധാനമന്ത്രിക്ക് നേരെ വ്യക്തിപരമായ അധിക്ഷേപം, അശ്ലീലവും അപമാനിക്കുന്നതുമായ പരാമർശങ്ങൾ, ബോധപൂർവം ജാൻമണി നടത്തിയ അധിക്ഷേപങ്ങൾ രാഷ്ട്രീയ വിമർശനമായി കണക്കാക്കാനാകില്ല. നിയമാനുസൃതമായ വിമർശനമല്ല നടത്തിയത്. ഭരണഘടനാ പദവിയിലുള്ള വ്യക്തിയെ അധിക്ഷേപിച്ചതിനെതിരെ അടിയന്തര നിയമ നടപടി വേണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു രാഷ്ട്രസഭ ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയത്. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷം നമ്മുടെ രാജ്യം എത്ര കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മളൊക്കെ തലയുയർത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൊണ്ട് മാത്രമാണ്. അത്തരത്തിലുള്ള ആ മഹത് വ്യക്തിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയ ഈ ജാൻമണി എന്ന് പറയുന്ന ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുക്കണമെന്നാണ് ഹിന്ദു രാഷ്ട്രസഭ ഇവിടെ ശക്തമായി ഉന്നയിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശങ്ങളാണ് ജാൻമണി നടത്തിയത്. എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റാത്തതിൻ്റെ കാരണം അവർ പ്രധാനമന്ത്രിയുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്രധാനമന്ത്രിയുടെ അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അമ്മയുടെ പ്രായവും പോലും കണക്കിലാക്കാതെ ആ ലോകം മുഴുവനും ആരാധിക്കുന്ന ഒരമ്മയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുക, അത്രയും പ്ലാൻഡ് ആയിട്ട് ഇത് പറയുമ്പോൾ അത് ബാക്കിയുള്ള ആളുകൾക്കൊരു ഇതാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം ഓരോരുത്തരും ഓരോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കാര്യമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക. സംസ്ഥാന വ്യാപകമായി പരാതികൾ നൽകാൻ ഹിന്ദു രാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജ്യോതികുമാർ പറഞ്ഞു. ജാൻമണിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഹിന്ദു രാഷ്ട്രസഭ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുവാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഹിന്ദു രാഷ്ട്രസഭ ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ശ്രീനിവാസൻ, ദക്ഷിണ മേഖല ജനറൽ സെക്രട്ടറി മനോജ് നീണ്ടൂർ, ജില്ലാ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി അരുൺകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈജു പോത്തമല എന്നിവരുടെ നേതൃത്വത്തിലാണ് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയത്. ജനം, കോട്ടയം.